നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. കടലുണ്ടിയിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്കുള്ള തീരദേശ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഗതാഗത യോഗ്യമാക്കാത്തതിനെതിരെ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ്. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പരപ്പനങ്ങാടി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. ഗതാഗതം ദുസ്സഹമായ റോഡ് അടിയന്തരമായി നന്നാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം റോഡ് ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് കടക്കുമെന്നും ഭാരവാഹികൾ എഞ്ചിനീയർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു. മഴയ്ക്ക് മുമ്പ് തന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് KP മജീദ് MLA-യും P അബ്ദുൾ ഹമീദ് MLA-യും ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിരുന്നു. നേരത്തെ അനുവദിച്ച 5 കോടി രൂപയുടെ പ്രവൃത്തി അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് MLA കത്ത് നൽകിയത്. എന്നാൽ അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല. കാലവർഷം ആരംഭിക്കുകയും മഴ ശക്തമാകുകയും ചെയ്തതോടെ റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ മഴക്കാലം തീരുന്നതുവരെ കാത്തുനിൽക്കാതെ റോഡിൽ അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണമെന്നാണ് യൂത്ത് ലീഗിൻ്റെ ആവശ്യം. ഇല്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് കടക്കുമെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. കടലുണ്ടി പരപ്പനങ്ങാടി റോഡിൽ ഗതാഗതത്തിന് വളരെ പ്രയാസപ്പെടുകയാണ്. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ആണ് ഇന്ന് പരപ്പനങ്ങാടിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ടത്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അടിയന്തരമായി പാച്ച് വർക്ക് നടത്തി അത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 5 കോടിയുടെ KP മജീദ് MLA അവറുകൾ 5 കോടിയുടെ ഒരു പ്രൊജക്ട് ഫണ്ട് അനുവദിച്ചതും മറ്റ് സംഗതികളൊക്കെ പത്രമാധ്യമങ്ങളിൽ നമ്മളൊക്കെ കണ്ടു. തീർച്ചയായിട്ടും അത് വർക്ക് മഴയ്ക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ മുന്നോടിയായി ഈ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇപ്പോൾ ഹൈവേന്റെ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും ആശ്രയിക്കുന്നത് ഈ പരപ്പനങ്ങാടി കടലുണ്ടി റോഡിനെയാണ്. അത് ദീർഘദൂര യാത്രക്കാരൊക്കെ ആ റോഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗതാഗത യോഗ്യമാക്കണം. പാച്ച് വർക്ക് ചെയ്ത് ജനങ്ങൾക്ക് സുഖകരമായ യാത്രക്ക് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് യൂത്ത് ലീഗ് ഇന്ന് PWD ഓഫീസിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിച്ചിട്ടുണ്ട്. റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം റോഡ് ഉപരോധമടക്കമുള്ള ബഹുജന സമരങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പൊതുമരാമത്ത് വകുപ്പ് പരപ്പനങ്ങാടി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു. അതോടൊപ്പം ചെട്ടിപ്പടി മുതൽ ചരമംഗലം വരെ റോഡരികിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്നും ഡ്രൈനേജ് നിർമ്മിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് വികസനങ്ങൾ മുടക്കുന്നത് ശരിയല്ലെന്നും ഈ റോഡിന്റെ വികസനത്തിനായി PK അബ്ദുറബ് MLA ആയിരുന്ന സമയത്ത് തയ്യാറാക്കിയ 25 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗിന് വേണ്ടി പരപ്പനങ്ങാടി നഗരസഭ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് VA കബീർ, ജനറൽ സെക്രട്ടറി KP നൌഷാദ് എന്നിവരാണ് എഞ്ചിനീയർക്ക് പരാതി കൈമാറിയത്. AIയുമായുള്ള ചർച്ചയിൽ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ്, മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി P അലി അക്ബർ, മണ്ഡലം ഭാരവാഹികളായ ആസിഫ് പാട്ടശ്ശേരി, അസ്കർ ഊപ്പാട്ടിൽ, ട്രഷറർ ബിഷർ ചരമംഗലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.